ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് അഴിച്ചു കയറണമെന്ന രീതി മാറ്റുന്ന കാര്യം ഭക്തസമൂഹം ആലോചിക്കണമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് പറഞ്ഞു. മാധ്യമപ്രവർത്തകനായിരുന്ന ജനു ഗുരുവായൂരിന്റെ 2ാം ചരമവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് ഗുരുവായൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതിന് തുടക്കമിട്ടാൽ കേരളമാകെ അത് ഏറ്റെടുക്കും. പണ്ടുകാലത്ത് ഷർട്ട് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു. മുണ്ടും തോർത്തുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വിശേഷാവസരങ്ങളിൽ മാത്രമാണ് ഷർട്ട് ധരിക്കാറുള്ളത്. ഇത് ആഡംബരമായാണ് കണ്ടിരുന്നത്. ഇന്ന് കാലം മാറി. സാരിയുടുത്ത് ക്ഷേത്രത്തിൽ കയറിയിരുന്ന സ്ത്രീകൾ ചുരിദാർ ധരിക്കാൻ തുടങ്ങി. ഷർട്ട് ധരിക്കുന്നതാണ് ആരോഗ്യത്തിനും നല്ലത്. ക്ഷേത്രഭാരവാഹികളും ഭക്തജനങ്ങളും ഇത് തിരിച്ചറിയണം. മേൽമുണ്ട് ഉപയോഗിക്കുന്നവരും വലിയ ആളുകളെ കണ്ടാൽ അരയിൽ കെട്ടുന്നതായിരുന്നു അന്നത്തെ രീതി. വലിയ ആളുകളോട് ബഹുമാനം കാണിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം രീതി പിന്തുടർന്നിരുന്നത് എന്നാണ് പ്രശസ്ത ജ്യോതിഷിയും വേദപണ്ഡിതനുമായ കൈമുക്ക് രാമൻ നമ്പൂതിരിപ്പാട് തന്നോട് പറഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിൽ ഷർട്ട് ധരിച്ച് ക്ഷേത്രങ്ങളിൽ കയറണമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്നും മോഹൻദാസ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള ക്ഷേത്രം അതിനൊരു മാതൃക കാണിച്ചാൽ കേരള സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളും അത് പിന്തുടരും. യാതൊരു സംശയമില്ല. നമ്മളിവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏടനമ്പൂരിക്കൊക്കെ ആ കാര്യത്തില് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹമൊക്കെ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു പാരമ്പര്യവാദി ആയിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു മാറ്റങ്ങളൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ തന്നെ പോണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് രാമനമ്പൂരിയൊക്കെ എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഇതൊക്കെ അങ്ങയുടെ അടക്കമുള്ള ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടുകൊടുത്തു മാത്രമേ. ജനു ഗുരുവായൂരിന്റെ കുടുംബവുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം മാതൃഭൂമി റിട്ടയേർഡ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇ സലാഹുദ്ദീന് സമ്മാനിച്ചു. ഗുരുവായൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. മേളപ്രമാണികൻ പെരുവനം കുട്ടന്മാരാർ, ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ, ഗുരുവായൂർ നഗരസഭ മുൻ ചെയർമാൻ എം കൃഷ്ണദാസ്, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ, പുരസ്കാര നിർണയ സമിതി അംഗം രാധാകൃഷ്ണൻ കാക്കശ്ശേരി, മാധ്യമപ്രവർത്തകരായ വി പി ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, എം കെ സജീവ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ സുവർണ ജനു തുടങ്ങിയവർ സംസാരിച്ചു.